വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട താരമാണ് മഞ്ജു പത്രോസ്. ഈ ഷോയിലൂടെ കിട്ടിയ സുഹൃത്ത് ബന്ധവും മഞ്ജു ഇന്നും കാത്തുസൂക്ഷിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ടത്, റിയാലിറ്റി ഷോയിലൂടെ സഹമത്സരാർത്ഥികളായി എത്തി ഇപ്പോഴും ജീവിതത്തിൽ അത്രയും ഗാഢമായ സൗഹൃദത്തിൽ തുടരുകയാണ് മഞ്ജുവും സിമിയും. ബ്ലാക്കീസ് എന്ന പേരുള്ള യൂട്യൂബ് ചാനലിലൂടെ മഞ്ജു പത്രോസും സിമിയും പങ്കുവയ്ക്കുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ വൈറലാകാറുണ്ട്. മാത്രമല്ല, ധാരാളം സിനിമയിലും ടെലിവിഷൻ പരമ്പരയിലും സജീവമാണ് മഞ്ജു പത്രോസ്. ബിഗ് ബോസ് ഷോയിൽ മത്സരിക്കാൻ പോയതോടെയാണ് മഞ്ജു പ്രേക്ഷകർക്ക് കൂടുതൽ സുപരിചിതയാകുന്നത്. തന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നടി സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. തുറന്നു പറച്ചിലുകളുടെ പേരിൽ പലപ്പോഴും വിമർശനങ്ങളും മഞ്ജുവിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. നിറത്തിന്റെ പേരിൽ താൻ ഒരുപാട് കളിയാക്കലുകൾ കേട്ടിട്ടുണ്ടെന്ന് മഞ്ജു പത്രോസ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പേരിൽ പരിഹസിക്കാൻ വരുന്നവർക്ക് നല്ല മറുപടിയും നൽകാറുണ്ട്. ഇപ്പോഴത്തെ നിറത്തിന്റെ പേരിൽ പരിഹസിച്ചവർക്ക് മറുപടി നൽകുകയാണ് മഞ്ജു. അതുപോലെ തന്നെ തന്റെ ചർമ്മത്തിന് സംഭവിച്ച മാറ്റങ്ങൾക്ക് കാരണമെന്താണെന്നും ബ്ലാക്കീസ് എന്ന തന്റെ ചാനലിലൂടെ മഞ്ജു വെളിപ്പെടുത്തി. ഒപ്പം സുഹൃത്തായ സിമി ബാബുവുമുണ്ട്. വീഡിയോകൾ പങ്കുവെക്കുമ്പോൾ ചിലർ താഴെ വന്ന് കമന്റ് ചെയ്യും. മേക്കപ്പ് ഉപയോഗിക്കുന്നതിനെ വാൾ കെയർ പുട്ടിയാണോ വൈറ്റ് സിമന്റ് ആണോ എന്ന് ചോദിച്ചുകൊണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകിക്കൊണ്ടാണ് മഞ്ജു സംസാരിച്ചു തുടങ്ങുന്നത്. നിങ്ങൾ പറയുന്ന പോലെ മുഖത്ത് വാൾ കെയർ പുട്ടിയോ വൈറ്റ് സിമന്റോ അല്ല പൂശുന്നത്. എന്തെങ്കിലും പ്രോഗ്രാമിന്റെ ആവശ്യത്തിനും മറ്റുമായി തിരക്കുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് വർക്ക് ചെയ്യുന്നത്. ഒരു വട്ടം ഉപയോഗിക്കുന്ന ഫൗണ്ടേഷന് തന്നെ വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് മുഖത്ത് പുരട്ടുന്നത്, അല്ലാതെ ചായം പൂശി ഇറങ്ങുന്നതല്ല. എന്തിനാണ് ഇത്തരം നെഗറ്റീവ് ചിന്തിക്കുന്നതെന്ന് മഞ്ജു ചോദിക്കുന്നു. എനിക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതിലൊരു കാരണം ഹോർമോൺ ചികിത്സ തുടങ്ങിയതാണ്. ചികിത്സ തുടങ്ങിയപ്പോൾ ചർമ്മത്തിന് നല്ല മാറ്റമുണ്ടായി. നല്ല മുടിയൊക്കെ വരുന്നുണ്ട്. മറ്റൊന്ന്, ഞാനൊരു ഡയറ്റ് പ്ലാൻ എടുത്തിട്ടുണ്ട്. മാത്രമല്ല, യോഗയും വർക്കൗട്ടുമെല്ലാം ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ മാറ്റം ചർമ്മത്തിൽ ഉണ്ടാവുന്നുണ്ട്. പച്ചക്കറിയും പഴങ്ങളും നല്ലോണം വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ഫുഡാണ് കഴിക്കുന്നത്. തന്റെ സുഹൃത്തായ സിമിയും അത് ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ തന്നെ പോലെ അത്രയും കറക്റ്റായി അവൾ ഫോളോ ചെയ്യുന്നില്ല. എല്ലാത്തിനും പുറമെ മനസ്സ് നല്ല സന്തോഷമായി വയ്ക്കണം. സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യണം, പറയണം. നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ സ്കിൻ ടോണിന് തന്നെ മാറ്റങ്ങൾ വരുമെന്നും മഞ്ജു പറയുന്നു. ചിലർക്ക് നിറത്തിന്റെ പേരിൽ അത്ര പരിഹാസം കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, നിറം പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഗ്ലൂട്ടോതയോണൊക്കെ കഴിക്കാം. പക്ഷെ വിദഗ്ധരെ കണ്ട് മാത്രമേ അതൊക്കെ ഉപയോഗിക്കാവൂ. ഗ്ലൂട്ടാത്തിയോൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോഴല്ല, പണ്ടൊരിക്കൽ. അതും കൊളാമ്പിന് വേണ്ടി ചെയ്തതാണ്. നല്ല ചിലവ് കൂടിയ പരിപാടിയായതുകൊണ്ട് പിന്നെ നിന്നില്ല. എനിക്ക് അത്രയും പൈസ അഫോർഡ് ചെയ്യാൻ ആകില്ല. കൃത്യമായ ഭക്ഷണവും ജീവിതചര്യവും ഒക്കെ പിന്തുടരുന്നുണ്ട്. പിന്നെ ചർമ്മ സംരക്ഷണത്തിനും സമയം കണ്ടെത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്റെ ചർമ്മം നന്നാവാൻ ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ പുട്ടിയടിക്കലല്ല. വെളുത്ത് സായിപ്പിൻ കുഞ്ഞിനെ പോലെ ആകണമെന്ന ആഗ്രഹവുമില്ല. ഈ സ്കിൻ ടോൺ തന്നെയാണ് ഞങ്ങൾക്കിഷ്ടം. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുമ്പോൾ സ്വാഭാവികമായി നമ്മൾ നന്നാകും. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, സന്തോഷമായിരിക്കുക, മറ്റുള്ളവരെ അംഗീകരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. അപ്പോൾ നല്ല മാറ്റവും ഉണ്ടാകും, മഞ്ജു പറയുന്നു. ബിഗ് ബോസിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ മഞ്ജു പത്രോസ് പാട്ടുപാടിയും അഭിനയത്തിലൂടെയും പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ നിൽക്കുമ്പോഴും പുറത്തിറങ്ങിയപ്പോഴും സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് മഞ്ജു പത്രോസിന്.